ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ? ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രയൊക്കെ പിടിക്കും എത്രയൊക്കെ പിടിക്കൂല എന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷം എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പറയണമെന്ന് ഞാൻ കുറെ കാലമായി വിചാരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഈ കാര്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ആൾ ദൈവങ്ങളെ കാര്യമാണ് പറയുന്നത് കേട്ടാ. ഉത്തരേന്ത്യയിലെ ആൾ ദൈവങ്ങളെ കാര്യം. നമ്മൾ കേരളത്തിൽ ആൾ ദൈവങ്ങൾ ഉണ്ടോ വെച്ചാൽ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. പുതിയതായിട്ടൊന്നും ആൾ ദൈവങ്ങൾ ഇല്ല കേട്ടോ കേരളത്തിൽ. പഴയ ആൾ ദൈവങ്ങൾ അത് കുറെ ആൾ മരിച്ചുപോയി. പിന്നെ ഏകദേശം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറെ ആൾ ദൈവങ്ങളുള്ളേ. പുതിയതായിട്ടുള്ള ആൾ ദൈവങ്ങൾ കേരളത്തിൽ വരാത്തതിന്റെ പ്രശ്നം വെച്ചാൽ അവർക്ക് പേടിയാണ്. മലയാളി പുതിയൊരൊറ്റ ആൾ ദൈവങ്ങളായിട്ട് ജീവിക്കാൻ വിടൂല. ട്രോളി കൊന്നുകളെന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് കേരളത്തിൽ വരാത്തത്. പക്ഷെ ഉത്തരേന്ത്യയിലാണ് കണ്ടല്ലോ ആൾ ദൈവങ്ങളെ കൊണ്ടുള്ള കളിയാണ്. പഴയതായാലും പുതിയതായാലും എന്തിന് 12 വയസ്സ് വരെയുള്ള ആൾ ദൈവങ്ങൾ ഉത്തരേന്ത്യയിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ എന്റെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കുന്ന കുറെ ആൾ ദൈവങ്ങളാണ് ഉള്ളത്. മുസ്ലിങ്ങൾ ഉണ്ടോ വെച്ചാൽ മുസ്ലിങ്ങൾ ആൾ ദൈവങ്ങളല്ല, പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ പറ്റിക്കുന്ന കുറെ മുസ്ലിം നാമധാരികൾ ഉണ്ട് അവിടെ. ക്രൈസ്തവരെ കാര്യം പറഞ്ഞ പിന്നെ നമുക്കറിയാലോ, നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടല്ല. കിടക്കുന്ന രോഗം വന്ന് കിടപ്പിൽ അയാളെ എണീപ്പിച്ച് ഓടിപ്പിക്കുന്ന പ്രാർത്ഥനാ രീതികളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ല. അങ്ങനെ ഒരുപാട് കോപ്രായങ്ങളുണ്ട്. ഞാൻ പക്ഷെ ഇന്ന് പറയാൻ പോകുന്നത് ഉത്തരേന്ത്യയിലെ ആൾദൈവങ്ങളെ കുറിച്ചാണ്. അതിൽ ഉത്തരേന്ത്യയിൽ ഏറ്റവും വലിയ കോടീശ്വരനായ ആൾദൈവമാണ് ബാഗേശ്വർ ബാബ. ഞാൻ ഈ കേരളത്തിൽ ഇരുന്നിട്ടല്ലാണ്ട് ചങ്ങായിക്കെതിരെ വീഡിയോ എങ്കിൽ കേട്ടോ. ഉത്തരേന്ത്യയിൽ ഇരുന്നിട്ട് അങ്ങനെ ചങ്ങായിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാബ എന്നേരം തീർക്കും. ആരായാലും മന്ത്രവാദം കൊണ്ടല്ല കേട്ടോ, ആൾക്കാരെ വിട്ടിട്ട് ഗുണ്ടകളെ വിട്ടിട്ട് എന്നേരം തീർക്കും. കോടീശ്വരൻ എന്ന് പറഞ്ഞ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് വരിയിൽ ആഡംബര ജീവിതം ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ആൾ ദൈവമാണ് ഈ ബാഗേശ്വർ ബാബ. നമുക്കെന്തായാലും ബാഗേശ്വർ ബാബയുടെ ലീലാവിലാസങ്ങൾ കാണാം. ലീലാവിലാസം എന്താ വെച്ചാൽ ഒരു ഹിന്ദുവിന്റെ ശരീരത്തിൽ കയറിയ മുസ്ലിമിന്റെ ആത്മാവിനെയാണ് നമ്മളെ ബാഗേശ്വർ ബാബ ഇന്ന് ഒഴിപ്പിക്കുന്നത്. നമുക്ക് ആ മനോഹരമായ വീഡിയോ കണ്ടിട്ട് വരാം. വാ. अरे मुसलमान अल्लाहू अकबर क्यों बोलता है? अच्छा तो हम महावीर खटरी के बारे गुरु कहाँ का है? कितने साल थे इसके ऊपर? 5 है? अच्छा अब ले थोड़ा सा तुझे मिर्चा खिला रहे हमें, इसकी उठा उठा फेंक न कटा खा खटरी के बारे कैसो भूता ते अगर भूते हमने जो पाल ले जीना खबा. ഭക്തിയുടെ കാര്യത്തിലായാലും നമ്മൾ ബാഗേശ്വർ ബാബ വർഗീയത വിട്ടൊരു കളിയില്ല. മുസ്ലിം പ്രേതങ്ങളെയാണ് ബാഗേശ്വർ ബാബ ഏറ്റവും കൂടുതൽ ഒഴിപ്പിക്കുക. ഞാൻ അതല്ല കേട്ടോ ആലോചിക്കുന്നത്. ഈ ബാഗേശ്വർ ബാബയായാലും ഇത് സംവിധാനം ചെയ്യുന്ന ആൾക്കാരും ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണൂലേ, അവർക്ക് ഇത് കാണുമ്പോൾ സ്വയം ചിരി വരൂലേ? മറ്റുള്ളവരെ പറ്റിക്കാനാണെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ സ്വന്തമായിട്ടൊരു പുച്ഛം തോന്നില്ല ഇവനൊന്നും. എന്ത് പുച്ഛം, പൈസയല്ലേ വരുന്ന കോടിക്കണക്കിന് ഉറുപ്പ് വരുമ്പോ എന്ത് പുച്ഛം, എന്ത് നാണവും മാനവും ഇരിക്കും. ഈ ബാഗേശ്വർ ബാബയാണ് കുംഭമേളക്ക് പോകാത്തവരൊന്നും ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞത്. അതായത് കുംഭമേളക്ക് പോയവർ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദുക്കളുള്ളൂ എന്ന് പറഞ്ഞ വർഗീയവാദി വേട്ടാവളിയാണ് ഈ ബാഗേശ്വർ ബാബ. ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്നത് ഒരു മതേതരത്വമാണല്ലോ നമുക്ക്, ഒരു മുസ്ലിം ബാബയെ കുറിച്ചാട്ടാ. ഇന്ത്യയിൽ ഉള്ളതെല്ലാം എനിക്ക് തോന്നുന്നട്ടാ കണ്ടിട്ട്. പാകിസ്ഥാനിലങ്ങാനുള്ള ഒരു ബാബയാണ്. എന്തായാലും അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഈ ബാബയുടെ പേരായിരിക്കും അറിയെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇട്ടേട്ടാ. പക്ഷെ ഈ ബാബക്ക് എവിടെയാണെങ്കിലും ആരാധകർ ഒരുപാടുണ്ട് കേട്ടാ. ഇതെന്ത് പ്രാർത്ഥനാ രീതിയാണെന്ന് എനിക്കറിയില്ല, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ബാ. എന്ത് സംഭവമാണെങ്കിലും ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ ഇയാക്കല്ലോ. എന്തായാലും നമ്മുടെ ഹിന്ദു ആൾ ദൈവങ്ങൾ അത്രയും മുസ്ലിം ആൾ ദൈവങ്ങൾ ഇല്ലാട്ടോ. ഞാൻ തപ്പ് നോക്കിയിട്ട് ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കുന്ന മുസ്ലിം ആൾ ദൈവത്തിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ഇവിടെയാക്കിയിട്ട് മുസ്ലിങ്ങളെ പറ്റിക്കുന്ന കുറെ മുസ്ലിം നാമധാരികൾ ഉണ്ട്. ഉത്തർപ്രദേശിലായാലും ഉത്തരേന്ത്യയിലായാലും ശരി കുറെ സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്വാമിയാട്ടാ, ഹനുമാൻ സ്വാമി. ഹനുമാന്റെ പേരും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സ്വാമി, അതും കൂടി കണ്ടിട്ട് വരാപ്പാ.
എല്ലാവർക്കും കുറെ വിഡ്ഢികളായ ഭക്തന്മാരുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് കോപ്രായം കാണിക്കുന്നില്ല, ഇവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇവനെന്താ പറഞ്ഞത്, ഇവൻ ഹനുമാന്റെ ശക്തി കിട്ടിയെന്നാ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഹിന്ദുക്കളിൽ ഹനുമാൻ ചിരഞ്ജീവി എന്നാ പറയാ, ഹനുമാന് മരണമില്ല എന്നാ പറയാ. അവിടെയാണ് ഹനുമാന്റെ ശക്തി കിട്ടിയെന്നും പറഞ്ഞ് ഈ വേട്ടാവളി നിമ്മാരി കോപ്രായങ്ങൾ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഹനുമാൻ എങ്ങാൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിലല്ല ഇവനെ 4 40 മുറിച്ച് ചാടിയിട്ടുണ്ടാവും. ഇവന്റെ എല്ലാം വീഡിയോ ഒക്കെ കിട്ടുന്ന ലൈക്കും കമന്റും കണ്ടോ നിങ്ങൾ, മില്യൺസ് വ്യൂസും മില്യൺസ് ലൈക്കുമാണ്. അതായത് അത്രമാത്രം പൊട്ടന്മാരായ ഭക്തർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ആ പൊട്ടന്മാരായ ഭക്തരിൽ 99% സംഘികളുമാണ്. ഇനി സംഘികളെ പറ്റിക്കുന്നതിൽ വനിതാ പ്രാതിനിധ്യമുള്ള ആൾ ദൈവങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാട്ടാ. വനിതകളായ ഒരുപാട് ആൾ ദൈവങ്ങളുണ്ട്. ഞാൻ എന്തായാലും അതിൽ ഒരാളെ മാത്രം കൊണ്ടുവരാട്ടാ. നമുക്ക് ആ വനിതാ ആൾ ദൈവത്തെ കണ്ടിട്ട് വരാം. വാ. ഒരുപാട് ഉണ്ടട്ടെ ഇതുപോലത്തെ വനിതാ ആൾ ദൈവങ്ങൾ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസമല്ല, ഒരു മാസം പോരായിക വരും എന്റെ ഈ വീഡിയോക്ക്. ഇനിയാണ് ഞാൻ കൂട്ടത്തിലെ കൊമ്പനെ കാണിക്കാൻ പോകുന്നത്. 12 വയസ്സുള്ള ആൾ ദൈവം. 12 വയസ്സുള്ള ആൾ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ വെറുതെ പറയുന്ന കണ്ടു നോക്ക്. ബാ. 21 जुलाई एकादशी के दिन मैं मौन व्रत रखूंगा अपने बिहारी जी के लिए। ना वाणी का उपयोग करूंगा, ना भोजन करूंगा, केवल और केवल प्रार्थना करूंगा बिहारी जी की लीला भूमि की सुरक्षा के लिए, श्री बांके बिहारी जी के लिए। ഇവന്റെ പേരാണ് അഭിനവ് അറോറ. 12 വയസ്സുകാരനാണ്. എനിക്ക് ഇവനെ ഓർത്തിട്ടല്ലാട്ട സങ്കടം. ഇവന്റെ പിന്നിലിരിക്കുന്ന ഒരുപാട് കുട്ടികളെ കണ്ട, അവരുടെ അമ്മമാരെ കണ്ട. ആ കുട്ടികളെ കൊണ്ട് ഇവൻ ആൾ ദൈവമാണെന്ന് വിശ്വസിപ്പിക്കുകയാണ് ആ അമ്മമാർ. അവരെ ഓർത്തിട്ടാണ് എനിക്ക് പേടി, അവരെ ഓർത്തിട്ടാണ് എനിക്ക് ലജ്ജ തോന്നുന്നത്. ഇനി ഇവനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ കണ്ടുപോകട്ടെ. ഇവൻ ചില്ലറക്കാരനല്ല. പോർഷെ കാർ വരെ, ഈ 12ാമത്തെ വയസ്സിൽ പോർഷെ കാർ വരെ വാങ്ങിയ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു ആൾ ദൈവമാണ്, ഒരു കപട ആൾ ദൈവം. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. 12 വയസ്സിലായി കളിയോൻ കളിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വന്നാലോ. വാ. राधे राधे करते करते बच्चे ने 4 करोड़ की पोर्शे खरीद ली और 4 साल तैयारी करने के बाद भी यहाँ लोगों की 40,000 की भी नौकरी नहीं लग रही है। 10-12 साल का बच्चा धर्म को अपना करियर बना ले रहा है और पढ़े लिखे विद्वान युवा आज भी नौकरी के लिए प्रोटेस्ट कर रहे हैं, पुलिस की लाठियां खा रहे हैं। इसे चाहे देश का दुर्भाग्य समझिए या फिर धर्म के प्रति लोगों का अंधविश्वास, लेकिन एक बात तो साफ है, भारत में सच्चे ज्ञान से ज्यादा झूठे भगवान की कदर की जाती है। अभी तो देखते ही देखते अभिनव अरोड़ा जैसा बालक, जिसे कुछ महीने पहले तक सोशल मीडिया पर जमकर ट्रोल किया जा रहा था, उसके पिता पर इल्जाम लगाए जा रहे थे कि वो अपने बच्चे को जबरदस्ती बाबा बनाने पर तुला हुआ है, वो दोनों बाप बेटे आज धर्म के धंधे में खूब मुनाफा कमा रहे हैं। तभी तो दोनों 4 करोड़ की कन्वर्टेबल कार में सड़कों पर हवा खा रहे हैं। जब ऐसे वीडियो सामने आते हैं तो आम युवा के मन में एक सवाल खड़ा होता है कि मेहनत और ईमानदारी से की गई पढ़ाई लिखाई क्या किसी काम की नहीं है? क्या कामयाब होने के लिए ऐसे रास्तों पर चलना पड़ेगा जहां अपना काम बनता और भाड़ में जाए जनता? और क्या अभिनव अरोड़ा सच में इतना ज्ञानी है जितना लोगों ने उसे बना रखा है? ആ ചങ്ങായി പറയുന്ന കേട്ടാ. 12ാമത്തെ വയസ്സിലാണ് 4 കോടി രൂപയുടെ കാറിൽ അവൻ കറങ്ങുന്നത്. ആഡംബര ഹോട്ടലുകളിലാണ് അവന്റെ ഭക്ഷണം, ആഡംബര വസതിയിലാണ് അവന്റെ ഉറക്കം. എന്നിട്ട് ഇവൻ വിളിക്കുന്നതും ആൾ ദൈവം എന്നാണ്. ഇവനെ കാണുന്നവർ ഇവനെ വിളിക്കുന്നതും ആൾ ദൈവമാണ്. ആഡംബരനായ ഒരു 12 വയസ്സുള്ള 4 കോടി രൂപയുടെ കാറിൽ പറക്കുന്ന ഒരാൾ ദൈവം. ഉത്തരേന്ത്യയിലേക്ക് എന്തിനാണ് വിദ്യാഭ്യാസം? ഈ 12ാം വയസ്സിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ഇവന് ഇത്ര കോടി ഉറുപ്പിക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലുള്ള ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നില്ല. യാതൊരു അത്ഭുതവും വേണ്ട. ഇനി ഇവരൊക്കെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരെ വെച്ചിട്ട് സമാധാനിക്കും. വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാരുടെ കാഴ്ച കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാ. കണ്ട വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരുടെ അവസ്ഥ. 2 ഡോക്ടർമാരാണ് വിഗ്രഹത്തിന് പനിയുണ്ടോ ജലദോഷമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ ഡോക്ടർമാർ പേടിച്ചിട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ആ അവസ്ഥയിലെത്തിക്കുന്ന അവിടുത്തെ ആ സമൂഹം ഉണ്ടല്ല, ആ സമൂഹം എത്രമാത്രം അധപ്പതിച്ചതായിരിക്കും. ഇവരോടാണ് നമ്മളെ രാഹുൽ ഗാന്ധി വോട്ട് കൊള്ളയെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. എന്ത് കാര്യം! ഒരു ഹിന്ദുവായ ഞാൻ പറയട്ടെ, ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതിൽ ഒരാൾ പോലും ഹിന്ദു അല്ലാട്ട, എല്ലാ ഹിന്ദു നാമധാരികളാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരെയും കാട്ടി പേടിക്കേണ്ടത് ദൈവവിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വാസമുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്ന ഇതുപോലുള്ള ആൾ ദൈവങ്ങളായ നാറികളെയാണ്. ഇങ്ങനെയുള്ള നാറികളുടെ വീഡിയോ ഞാൻ കാണിക്കാൻ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ല 10-20 കൊല്ലത്തേക്ക് ഇരുന്ന് ഞാൻ വീഡിയോ കാണിക്കേണ്ടി വരും. അത്രമാത്രം ആൾ ദൈവങ്ങളുണ്ട് ഉത്തരേന്ത്യയിൽ. ശരിക്കും പറഞ്ഞാണ്ടല്ല ഇവരെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ കേരളത്തിലായോണ്ട് വലിയ കുഴപ്പമില്ല. ഉത്തരേന്ത്യയിലെല്ലാം പോയിട്ട് ഈ ആൾ ദൈവങ്ങളെ പറ്റി ഇമാതിരി വർത്താനം ഞാൻ പറഞ്ഞു കിട്ടില്ല. എന്റെ ഒന്നും ബാക്കി വെച്ചേക്കൂല.
ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ കോമാളിത്തരം എവിടെ അറിയാം? വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർ ഇമാതിരി കോപ്രായങ്ങൾ കാണുമ്പോൾ എന്റെ മതത്തെ എത്രമാത്രം പുച്ഛിക്കുന്നുണ്ടാവും. അതോർത്ത് മാത്രമാണ് എനിക്ക് സങ്കടം. അല്ലാണ്ട് ഈ വേട്ടാവളിയന്മാർ, ഇവരെയും കാട്ടി വേട്ടാവളിയന്മാരായ വിഡ്ഢികളായ ആൾക്കാരെ പറ്റിക്കുന്നതിൽ എനിക്ക് യാതൊരു സങ്കടവുമില്ല. പക്ഷെ ഇതൊക്കെ ഇന്ത്യയുടെ സംസ്കാരമാണെന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ കാണിക്കുമ്പോൾ വിദേശത്തുള്ളവർ ഇന്ത്യയുടെ സംസ്കാരം ഇതാണോ എന്ന് വിചാരിച്ചിട്ട് കളിയാക്കും. അതോർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.